ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള വിചിത്ര രൂപങ്ങളുള്ളവരെയോ അല്ലെങ്കിൽ വിചിത്രമായി പെരുമാറുന്നവരെയോ നിങ്ങൾ നിൽക്കുന്ന ആൾക്കൂട്ടത്തിനിടയിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് ശക്തമായ ഒരു സിദ്ധാന്തമുണ്ട്. ഇത്തരം ആൾക്കാരെ വിളിക്കുന്നത് റെപ്റ്റിലിയൻ ഹ്യൂമനോയിഡ് അഥവാ റെപ്റ്റോയിഡ് എന്നാണ്. സിലൂറിയന്മാർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവരെ പറ്റി വിശദമായ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് നമ്മുടെ ചാനലിലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതൊന്ന് കാണാൻ ശ്രമിക്കുക. എന്നാൽ സിലൂറിയന്മാരും റെപ്റ്റിലിയൻ ഹ്യൂമനോയിഡ് അഥവാ ഉരക മനുഷ്യരും ഒന്നാണെന്നാണ് പലരും കരുതുന്നത്. ഇംഗ്ലീഷിൽ ഈ രണ്ട് വാക്കുകൾക്കും അല്ലെങ്കിൽ രണ്ടാൾക്കാർക്കും രണ്ട് വാക്കുകൾ തന്നെയുണ്ട്. പക്ഷേ മലയാളത്തിൽ ഇവ രണ്ടും ഉരക മനുഷ്യർ എന്നാണ് അറിയപ്പെടുന്നത്. രൂപങ്ങൾ പറയുമ്പോൾ ചില സമാനതകൾ ഉണ്ട് താനും. എന്നാൽ സിലൂറിയന്മാരും റെപ്റ്റോയിഡുകളും രണ്ടും ഒന്നല്ല. സിലൂറിയന്മാർ ഭൂമിക്കടിയിൽ ഉറങ്ങിക്കിടന്ന പുരാതന ജീവികളെ കുറിച്ചുള്ള പരാമർശമാണെങ്കിൽ, എന്നാൽ റെപ്റ്റോയിഡുകൾ അഥവാ റെപ്റ്റിലിയൻ ഹ്യൂമനോയിഡുകൾ അങ്ങനെയല്ല. ക്ഷണനേരം കൊണ്ട് രൂപം മാറാൻ കഴിവുള്ള ഉരക രൂപികളാണ് ഇവർ എന്നാണ് പറയപ്പെടുന്നത്. ഇവർ നമ്മുടെ കൂടെ നമുക്കിടയിൽ നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. സിലൂറിയന്മാരും റെപ്റ്റോയിഡുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഇവയെ മനസ്സിലാക്കുന്നതിനുള്ള ആശയക്കുഴപ്പം എന്താണെന്നുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മാത്രവുമല്ല, ഈ രണ്ടു കൂട്ടരുടെയും സിലൂറിയന്മാരുടെയും റെപ്റ്റോയിഡുകളുടെയും യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് നോക്കുകയും ചെയ്യും. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉരക സമാനമായ ജീവികളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നിരവധി സംസ്കാരങ്ങളിലും കഥകളിലും കാണപ്പെടുന്നുണ്ട്. ഇതിൽ ചില ആശയങ്ങൾ സയൻസ് ഫിക്ഷനിൽ നിന്നും മറ്റു ചിലത് ആധുനിക ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ നിന്നും ഉടലെടുത്തവയാണ്. ഉരക മനുഷ്യരെ മനസ്സിലാക്കാൻ ഈ രണ്ട് കാഴ്ചപ്പാടുകളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം കെട്ടുകഥകൾ, വിശ്വാസങ്ങൾ, ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങൾ എന്നിവയെ തിരിച്ചറിയാനും ശ്രമിക്കണം. സിലൂറിയന്മാർ അഥവാ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമായ സാങ്കല്പിക സൃഷ്ടി. സിലൂറിയൻ എന്ന വാക്ക് പ്രശസ്തമായത് ബ്രിട്ടീഷ് TV പരമ്പരയായ ഡോക്ടർ ഹൂ വഴിയാണ്. 1970 സിലൂറിയന്മാർ ഈ പരമ്പരയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. കഥയനുസരിച്ച് മനുഷ്യന് മുമ്പ് ഭൂമിയിൽ പരിണമിച്ചുണ്ടായ ബുദ്ധിശാലികളും പുരാതനരുമായ ഉരകവർഗമാണ് സിലൂറിയന്മാർ. അവർ ശാസ്ത്രജ്ഞരെ പോലെ ജീവിക്കുകയും നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുകയും ചെയ്തിരുന്നതായി പറയുന്നു. ഭൂമിയിൽ ഒരു വലിയ ദുരന്തം ഉണ്ടാകുമെന്ന് പ്രവചിച്ച സിലൂറിയന്മാർ തങ്ങളുടെ വംശീയരെ രക്ഷിക്കാൻ ഭൂമിയിൽ ആഴത്തിൽ ദീർഘനിദ്രയിലായി. ഭൂമി സുരക്ഷിതമാകുമ്പോൾ ഉണരാമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ അത് നിയന്ത്രിക്കാനായി അവർ സ്ഥാപിച്ചിരുന്ന യന്ത്രങ്ങൾക്ക് തകരാർ സംഭവിച്ചു. അങ്ങനെ അവർ കണക്കിന് വർഷങ്ങൾ ഉറങ്ങിപ്പോയി. അവർ ഉണരുമ്പോഴേക്കും മനുഷ്യർ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. മനുഷ്യരും സിലൂറിയന്മാരും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ നടത്തുന്ന പോരാട്ടമാണ് ഡോക്ടർ ഹൂ എന്ന കഥയിലെ പ്രധാന സംഘർഷം. ഈ പരമ്പരയിൽ പക്ഷേ സിലൂറിയന്മാർ ദുഷ്ടരായിരുന്നില്ല. അവർ തങ്ങളുടെ നിലനിൽപ്പിനും യഥാർത്ഥത്തിൽ തങ്ങളുടേന്ന് വിശ്വസിച്ച് ഭൂമി തിരിച്ചുപിടിക്കുന്നതിനും വേണ്ടി മാത്രമാണ് ശ്രമിച്ചത്. ഈ സാങ്കല്പിക ജീവികൾക്ക് സിലൂറിയൻ എന്ന് പേര് നൽകിയത് ഭൗമശാസ്ത്ര കാലഘട്ടത്തിലെ സിലൂറിയൻ കാലത്തെ അടിസ്ഥാനമാക്കിയാണ്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സിലൂറിയൻ കാലഘട്ടം യഥാർത്ഥത്തിൽ ഏകദേശം 443 ദശലക്ഷം വർഷം മുതൽ 419 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. ആ കാലത്ത് പക്ഷേ ഉരകങ്ങൾ ഉണ്ടായിരുന്നില്ല. ജീവൻ കൂടുതലും സമുദ്രങ്ങളിലായിരുന്നു. താടിയിലുള്ള ആദ്യകാലത്തെ മത്സ്യങ്ങൾ മാത്രമാണ് അന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അതിനും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് കരയിലെ ജീവികൾ ഉരുത്തിരിഞ്ഞത്. അതുകൊണ്ട് ഈ പരമ്പരയിലെ പരാമർശം, അതായത് സിലൂറിയന്മാർ എന്ന പരാമർശം ശാസ്ത്രീയമായി കൃത്യമായിരുന്നില്ല. എങ്കിലും ഭൂമിക്കടിയിൽ ഉറങ്ങിക്കിടക്കുന്ന പുരാതനവും ബുദ്ധിമാന്മാരുമായ ഉരകങ്ങൾ എന്ന ശക്തമായ ഒരു ചിത്രം അത് സൃഷ്ടിച്ചു. ഈ ബിംബം പിന്നീട് പലരെയും സ്വാധീനിക്കുകയും ആധുനിക ഉരക മനുഷ്യർ എന്ന ഗൂഢാലോചന സിദ്ധാന്തത്തിന് രൂപം നൽകാൻ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ സാങ്കല്പിക കഥകളും വിശ്വാസങ്ങളും പതിയെ കൂടിക്കലരാനും തുടങ്ങി. എന്നാൽ റെപ്റ്റിലിയൻ ഹ്യൂമനോയിഡ് അഥവാ ഉരക മനുഷ്യർ എന്ന് പറയുന്നത് ഒരു ആധുനിക കെട്ടുകഥ മാത്രമാണ്. ഉരക മനുഷ്യർ രൂപം മാറാൻ കഴിവുള്ള ഉരക ജീവികളാണെന്നാണ് സിദ്ധാന്തവാദികൾ അവകാശപ്പെടുന്നത്. ലോക ജനതയിലെ മനുഷ്യർക്കിടയിൽ മനുഷ്യരൂപത്തിൽ ഇവർ ഒളിച്ചു ജീവിക്കുന്നതായി അവകാശപ്പെടുന്നു. ഇവർ ലോക ഗവൺമെന്റുകളെ നിയന്ത്രിക്കുന്നുവെന്നും അവർ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വന്നവരാണെന്നും ഇവർ വാദിക്കുന്നു. ഇവരെ പലപ്പോഴും റെപ്റ്റോയിഡുകൾ, റെപ്റ്റീലിയൻസ് അല്ലെങ്കിൽ ഡ്രാക്കോണിയൻസ് എന്നെല്ലാം വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ വാദങ്ങളെയൊന്നും പിന്തുണയ്ക്കുന്ന ശാസ്ത്രീയമായ തെളിവുകൾ നിലവിലില്ല. അനേകം പുരാതന സംസ്കാരങ്ങൾ സർപ്പരൂപത്തിലുള്ള അല്ലെങ്കിൽ നാഗരൂപത്തിലുള്ള ജീവികളുടെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ സംസ്കാരങ്ങളിൽ നാഗങ്ങളുണ്ട്. മെസോ അമേരിക്കയിലെ കുക്കുൽക്കാൻ അല്ലെങ്കിൽ ക്വെറ്റ്സാൽക്കോവാട്ടിൻ എന്നിവയെല്ലാം ഇത്തരത്തിലുള്ള ചില പ്രതിബിംബങ്ങളാണ്. സുമേറിയക്കാർ എൻകി എന്ന ദേവനെ ചിലപ്പോൾ ഉരക സമാനമായ രൂപത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവയെല്ലാം പ്രതീകാത്മകമായ രൂപങ്ങളാണ്. ഇവ അറിവ്, ജലം, ഫലഭൂയിഷ്ഠത അല്ലെങ്കിൽ പ്രപഞ്ച സന്തുലിതാവസ്ഥ എന്നിവയാണ് പ്രതിദാനം ചെയ്യുന്നത്. അല്ലാതെ മനുഷ്യരാശിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന അന്യഗ്രഹ ജീവികളായി ഇവരെ ഒരിക്കലും ചിത്രീകരിച്ചിട്ടില്ല. ആധുനിക ഉരക ഗൂഢാലോചന സിദ്ധാന്തം പ്രധാനമായും ആരംഭിച്ചത് ബ്രിട്ടീഷ് എഴുത്തുകാരനായ ഡേവിഡ് ഐക്ക് വഴിയാണ്. 1999 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ ദ ബിഗസ്റ്റ് സീക്രട്ട് എന്ന പുസ്തകത്തിൽ ഉരകരൂപികളായ അന്യഗ്രഹ ജീവികളാണ് ലോകം ഭരിക്കുന്നതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഇവർ ആൽഫ ഡ്രാക്കോണിയൻസ് എന്ന നക്ഷത്ര സമൂഹത്തിൽ നിന്ന് വന്നവരാണെന്നും രാഷ്ട്രീയം, മാധ്യമങ്ങൾ, ആഗോള സംഭവങ്ങൾ എന്നിവയിലെല്ലാം ഇവരുടെ നിയന്ത്രണമുണ്ടെന്നും ഇദ്ദേഹം വാദിക്കുന്നു. പല ലോക നേതാക്കന്മാരും ഉരക സങ്കരയിനങ്ങളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു.
ഈ ആശയം ഓൺലൈനിൽ പ്രചരിക്കുകയും ഒരു വലിയ ഗൂഢാലോചന പ്രസ്ഥാനമായി മാറുകയും ചെയ്തു. എന്നാൽ ഈ വാദങ്ങളെ പിന്തുണയ്ക്കുന്ന ഫോസിലുകളോ ജൈവപരമായ വിവരങ്ങളോ സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാഴ്ചകളോ ഒന്നും ഇതുവരെ ലഭ്യമല്ല. എന്നാൽ ഇന്റർനെറ്റിൽ റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡ് എന്ന് തിരയുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ചിത്രങ്ങളും വീഡിയോകളും കാണാൻ സാധിക്കുന്നതാണ്. നിമിഷാർത്ഥം കൊണ്ട് കണ്ണിന്റെയും മുഖത്തിന്റെയും രൂപം മാറുക, പൊതുമധ്യത്തിൽ വിചിത്രമായ പെരുമാറ്റം കാണിക്കുക എന്നിങ്ങനെയുള്ള വിവിധ വീഡിയോകൾ നിങ്ങൾക്ക് ധാരാളം കാണാൻ സാധിക്കും. പക്ഷേ ഇതിനൊന്നും ശാസ്ത്രീയമായ വിശദീകരണമില്ല. പരിണാമപ്രകാരം ഉരകങ്ങളും സസ്തനികളും തമ്മിൽ വേർപിരിയുന്നതിന് 300 ദശലക്ഷം വർഷത്തെ ഇടവേളയുണ്ട്. ഒരു ഉരകവർഗവും ഭാഷയോ ഉപകരണങ്ങളോ സംസ്കാരമോ വികസിപ്പിച്ചിട്ടില്ല. അവയൊന്നും മനുഷ്യനെ പോലെ ബുദ്ധി നിലവാരത്തിൽ എത്തിയിട്ടില്ല. വളരെയധികം പുരോഗമിച്ച ഒരു ഉരകവർഗം നിലനിന്നിരുന്നുവെങ്കിൽ അതിന്റെ ഫോസിലുകൾ ശാസ്ത്രത്തിന് ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ ശാസ്ത്രീയമായ അന്വേഷണങ്ങളിൽ അങ്ങനെയൊന്ന് കണ്ടെത്താൻ ഇതേവരെ കഴിഞ്ഞിട്ടുമില്ല. അധികാരത്തെ ഭയപ്പെടുമ്പോൾ ലഭിക്കേണ്ടതായ നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് പലപ്പോഴും ഇത്തരം ചിന്തകളിലേക്കും വിശ്വാസങ്ങളിലേക്കും നാം വഴുതിപ്പോകുന്നത്. ഇത്തരം വിശ്വാസം ഉടലെടുക്കുന്നത് ജീവശാസ്ത്രത്തിൽ നിന്നല്ല, മറിച്ച് മനഃശാസ്ത്രപരമായും ഭാവനാപരമായുമാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനവുമാണ്. കാരണം കെട്ടുകഥകളും യാഥാർത്ഥ്യവും അല്ലെങ്കിൽ യുക്തിയുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാവും. ശാസ്ത്രം എപ്പോഴും തെളിവുകൾ ആവശ്യപ്പെടുന്നു. ശാസ്ത്രം നിലനിൽക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ. എന്നാൽ സിദ്ധാന്തങ്ങൾക്ക് തെളിവുകളില്ല, അതിന്റെ ആവശ്യവുമില്ല. ഉരകങ്ങളും മനുഷ്യരും ഭൂമിയിൽ പരിണമിച്ചത് 2 വ്യത്യസ്ത വഴികളിലാണ്. ഇവർക്ക് തമ്മിൽ പരസ്പര ബന്ധവുമില്ല. അതുകൊണ്ട് പുരാതന ഉരകജീവികളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർക്കിടയിൽ രഹസ്യമായി കഴിയുന്ന ഉരക മനുഷ്യരെക്കുറിച്ചോ അഥവാ റെപ്റ്റോയിഡുകളെക്കുറിച്ചോ കേൾക്കുമ്പോൾ അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. ഇവയെല്ലാം വെറും സൃഷ്ടിപരമായ ആശയങ്ങൾ മാത്രമാണ്. അവ ശാസ്ത്രീയമായ യാഥാർത്ഥ്യങ്ങൾ അല്ല. ഈ വസ്തുത മനസ്സിലാക്കുന്നത് യാഥാർത്ഥ്യത്തിൽ, സത്യത്തിൽ, യുക്തിയിൽ അടിയുറച്ചു നിൽക്കാൻ നമ്മളെ സഹായിക്കും. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.